ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കോഴി ഇറച്ചി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോടെ കൂടിയിട്ടുള്ള 1/2 കിലോ കോഴി ഇറച്ചിയാണ്. ഈ 1/2 കിലോ കോഴി ഇറച്ചിക്ക് ഞാൻ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ കോഴി ഇറച്ചിക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ് തന്നെ വേണ്ടതാണ്. ഇതിൽ എല്ല് പോവുമല്ലോ, അതുകൊണ്ടാണ് 100 ഗ്രാം ഉരുളക്കിഴങ്ങ് കുറച്ചത്. നമുക്കിനി കോഴി ഇറച്ചി കുക്കറിൽ വേവിച്ചെടുക്കാം. അതിന് നമുക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഒരു 1/2 സ്പൂണ് ഉപ്പ് ഇടാം. ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വരാനുള്ള വെള്ളം ഇറച്ചിയിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ പാത്രത്തിലാണ് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. കോഴിക്ക് 2 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്കത് ഇറക്കി വെക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കോഴി നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇച്ചിരി വെള്ളമുണ്ട്. അത് അതുകൂടി നമുക്ക് വറ്റിച്ചിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഇച്ചിരി വെള്ളമുണ്ട്. ഇറച്ചി വേവിച്ച് തുറന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നു, അത് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. വറ്റിച്ചെടുത്തിതാ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇറച്ചി വേറെ എല്ല് വേറെ ആക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാലേ വേഗം ഇറച്ചി എല്ല് നിഞ്ഞ് പോരും. ഇങ്ങനെ എല്ലൊക്കെ നമുക്ക് ഇതിലിവിടെ പറിച്ചെടുക്കാം. നമുക്ക് എല്ലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. എല്ലാ ഇറച്ചിയുടെ എല്ലും എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഇറച്ചികളെ ഓരോരോ കഷ്ണമായിട്ട് എടുത്ത് ഇങ്ങനെ ഇതിലിങ്ങനെ ഒരതിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ അരഞ്ഞിട്ടല്ല അതിൻ്റെ ഉള്ളിൽ പോണത് കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ പൊടിഞ്ഞ് നല്ലപോലെ വരും. ഈ കട്ടിയായിട്ടുള്ളതൊക്കെ നമുക്ക് കൈയിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഒരു 3-4 കഷ്ണമാക്കി എടുക്കാം. അതെന്തിനാന്ന് പറഞ്ഞാൽ വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ 8 കഷ്ണമാക്കിയിട്ടാണ് എടുത്തത്. ഇത് വേകാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത് മുങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തോട്ടെ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടയാനൊന്നും പാടില്ല. ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കേണ്ട രീതിയിൽ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടാ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് കോരിഞ്ഞെടുക്കാം. ഇത് മുറിച്ചിട്ടത് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2ആയിട്ട് മുറിച്ചിട്ടാൽ മതി. 2ആയിട്ട് മുറിച്ചിട്ടാലും വേഗം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഉടച്ചിട്ടെടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാതും നമുക്ക് ഉടച്ചിട്ടെടുക്കാം. ഇനി ഇത് രണ്ടും ഇവിടെ ഇരുന്നോട്ടോ. നമുക്കിനി ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചട്ടി ചൂടായാൽ നമുക്കിതിൽ ഇച്ചിരി വെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു 5-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇളക്കാനേ നമുക്കിതൊന്ന് ചെറുതായിട്ട് വാടട്ടെ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക്
2 വലിയ ഉള്ളി അരിഞ്ഞതാണിത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ലേശം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം നമുക്ക്. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി മസാലയിൽ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ അതിലും ഉപ്പിട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വേണം ഉള്ളി മസാലയിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നമ്മുടെ ഈ മസാലയുള്ള പച്ചമണമൊന്ന് മാറട്ടിട്ടോ. ഇനി നമുക്ക് നമ്മൾ ചെറുതാക്കി വെച്ച ഇറച്ചി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. ചെറിയ തീയിൽ വെക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുള്ളൂ. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉരുളക്കിഴങ്ങിട്ട് ഒന്നുകൂടി മിക്സാക്കാം. ഇതിപ്പോൾ ഇറച്ചി, മസാല, ഉരുളക്കിഴങ്ങ് ഒക്കെ ഇത് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. നമുക്കതിന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ്, കോഴിയിറച്ചി, മസാല ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് ബ്രെഡ് പൊടിയും കോഴിമുട്ടയുമാണ് വേണ്ടത്. ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട അടിച്ച് ഉടച്ചെടുക്കാം. ഈ കോഴിമുട്ടയിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഒരു പൊടിക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് കലക്കിയെടുക്കാം. നമുക്കിനി ഇതിൽ കുറച്ച് ഇത് കയ്യിലെടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഉരുട്ടിയിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഉരുണ്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ കയ്യിൽ ഇങ്ങനെ വെക്കാം. ഈ കയ്യിൽ വെച്ചിട്ട് ഈ കൈയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അമർത്തി കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പൊട്ടിയിരിക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ടിങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാട്ടോ. പിന്നെ ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലൊന്ന് മുക്കാം. മുക്കിയെടുക്കാം. ഇത് ബ്രെഡ് പൊടിയാണ്. ഇതിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ കണ്ടില്ലേ, ഇതാണ് കട്ട്ലേറ്റ്. എണ്ണ ചൂടായി, നമുക്ക് ഇട്ട് കൊടുക്കാം. തിളയ്ക്കണവരെ തീ നന്നായിട്ട് വെക്കുക. പക്ഷേ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ല മീഡിയം ലെവലിൽ കുറയ്ക്കുക. അതെന്തുകൊണ്ട് വെച്ചാൽ ഇത് തിളച്ച് ഇത് വെന്ത് വരുമ്പോൾ പൊട്ടിപ്പോവും. പൊട്ടിപ്പോവാതിരിക്കാനാണ് തീ വെക്കുമ്പോൾ കുറയ്ക്കണം പറയണത്, ഇടുമ്പോൾ. മൂന്നെണ്ണം മതിയില്ലേ? ഒരു സൈഡ് ഒരു ചുവപ്പ് കളറാവുന്ന വരെ പൊരിയട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇത് കളർ വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, 2 സൈഡും കളറായിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇനി നമുക്കിത് ഇനി എടുക്കാം. എന്താ നമുക്കിതിൽ അടുത്തേതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം.
കണ്ടില്ലേ? കഴിച്ചു നോക്കാട്ടോ. നല്ല രസമാട്ടോ. കടയിൽ വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കോഴി കൊണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കണം. കോഴി ഇറച്ചി എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും വാങ്ങണ സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം. നമ്മൾ ഈ 4 മണിക്കൊക്കെ ചായ കുടിക്കുമ്പോഴൊക്കെ അതിൽ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.